പലപ്പോഴും ജെൻസി പിള്ളേരുടെ വാക്കുകളും വാചകങ്ങളും ഒന്നും പ്രായമായവർക്ക് മനസ്സിലാകണമെന്നില്ല. നിന്ന നിൽപ്പിൽ അവർ പുതിയ വാക്കുകൾ സൃഷ്ടിക്കും, പുതിയ ഫാഷനുകൾ കൊണ്ടുവരും, പുതിയ ടെക്നോളജിയിലേക്ക് ഇഴുകിച്ചേരും. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർ, അതായത് മില്ലേനിയൽസും ജെൻ എക്സും പൊളിച്ചിരിക്കും. അങ്ങനെ പൊളിച്ചു പോയത് ഈ പുതിയ വാക്ക് കേട്ടിട്ടാണ്, ഓറ ഫാമിംഗ്. ഓറ നമ്മൾ കേട്ടിട്ടുണ്ട്. തേജസ്, പ്രഭ, പ്രഭാവലയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴായി ഉപയോഗിച്ചിട്ടും കേട്ടിട്ടുമുള്ള വാക്കാണ് ഈ ഓറ. ഫാമിംഗ് അറിയാമല്ലോ, കൃഷി. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അർത്ഥം എന്താകും? അതാണ് ഈ ജെൻസി പിള്ളേർ കൂൾ മെന്റാലിറ്റി അല്ലെങ്കിൽ അനായാസത എന്നിവയെ കുറിക്കാൻ പുതുതായി കണ്ടുപിടിച്ച വാക്ക്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു 10 വയസ്സുകാരൻ പയ്യനാണ് ലോകത്തിന് ഈ പദം സംഭാവന ചെയ്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഇതൊന്ന് കണ്ടു നോക്കുക. ഇന്തോനേഷ്യയിലെ കുന്താൻ സിംഗിങ്ങി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു വള്ളംകളി മത്സരമാണിത്. വള്ളത്തിന്റെ തുഞ്ചത്ത് കൂളായി ബാലൻസ് ചെയ്തു നിന്ന് ഡാൻസ് ചെയ്യുന്ന റയാൻ അർക്കൻ ദിക്ക എന്ന 5ാം ക്ലാസ്സുകാരൻ പയ്യൻ. പാക്കു ജാലൂർ എന്നാണ് ഈ വള്ളം കളിക്ക് പറയുന്ന പേര്. ആരോ എടുത്ത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തു. വേൾഡ്സ് കൂളസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അനായാസം കളിക്കുന്ന ഡാൻസ് എന്ന് ടൈറ്റിലും ഇട്ടു. വീഡിയോ വൈറലായി. ഇന്റർനെറ്റ് പ്രയോഗമായ ഓറ ഫാമിങ്ങിന്റെ മകുടോദാഹരണം എന്ന പേരിൽ പുറമേക്ക് എന്തു നടന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ കൂളായി പെരുമാറി തനിക്ക് ചുറ്റും ഒരു ഓറ ഉണ്ട് എന്ന് പ്രതീതി ജനിപ്പിക്കുക എന്നതാണ് ഓറ ഫാമിംഗ് എന്ന പ്രയോഗത്തിന്റെ ഏകദേശ അർത്ഥം. കരിഷ്മ, റിസ് എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകളുടെ പുതിയ വെർഷൻ. ഇന്റർനെറ്റിൽ ആക്റ്റീവായ ലോകോത്തര സെലിബ്രിറ്റികളെല്ലാം വീഡിയോ ഓറ ഫാമിംഗ് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തു. ഓറ ഫാമിംഗ് കിഡ് ഓൺ ബോട്ട് എന്നായിരുന്നു ടൈറ്റിൽ. അമേരിക്കൻ ഫുട്ബോളർ ട്രാവിസ് കെൽസി, ഫോർമുല 1 ഡ്രൈവർ അലക്സ് ആൽബോൺ, ജർമ്മൻ FC പാരീസ് സെയിൻസ് എന്നിവരെല്ലാം ട്രെൻഡ് പങ്കുവച്ചു. നിമിഷങ്ങൾക്കകം വീഡിയോ കണ്ടവരുടെ എണ്ണം മില്യണും ബില്യണും ഒക്കെയായി. റയാന്റെ സ്ഥലമായ റിയു പ്രോവിൻസിന്റെ ഗവർണർ അവനെ നാടിന്റെ കൾച്ചറൽ അംബാസഡറായി പ്രഖ്യാപിച്ചു. പഠന ചെലവ് ഗവൺമെന്റ് ഏറ്റെടുക്കും. കഴിഞ്ഞ ആഴ്ച റയാനെയും അമ്മയെയും തലസ്ഥാനമായ ജക്കാർത്തയിലേക്ക് വിളിപ്പിച്ചു. ടൂറിസം, സാംസ്കാരികം വകുപ്പുകളുടെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടന്നു. നാഷണൽ ടെലിവിഷനിൽ അവൻ അതിഥിയായെത്തി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഓറ ഫാമിംഗ് എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. സെലിബ്രിറ്റികൾ അവൻ്റെ വീഡിയോ ഷെയർ ചെയ്തു. ഇതൊക്കെ പറയുമ്പോൾ അവന് കാര്യമായി ഒന്നും മനസ്സിലായിട്ടില്ല. അവനെ കാണുമ്പോഴെല്ലാം കൂട്ടുകാർ വൈറൽ എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ. പരാതിക്ക് പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് വകുപ്പ് മന്ത്രി അവനെ യാത്രയാക്കിയത്. എന്തൊക്കെ പരിഹാസം കേട്ടാലും നിന്റെ ആ ഓറ ഫാമിംഗ് അത് കൈവിട്ട് കളയരുത് എന്ന് ഉപദേശവും നൽകി. അതും ഒരു കൗതുകം.